അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വൈൻ ഷോപ്പാണ്. വൈൻ ഷോപ്പിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. വൈൻസൊക്കെ ഡയറക്റ്റായിട്ട് ഇവർ തന്നെ ഫാം ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവിടെ അച്ചാറുകളും ഒക്കെ ഉണ്ട്. എല്ലാം വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫാം ഫ്രഷ് ഐറ്റങ്ങളാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു പെട്ടി മുന്തിരിയൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാം എന്നുള്ളത് ഞങ്ങൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടാതെ തന്നെ ഇതിലൊരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വൈൻ ഷോപ്പിലേക്കൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീണ്ടും നമ്മുടെ ആദിയോഗിയിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചാണ് ഇത് കണ്ടത്. കൂടാതെ ഈ ഇഷ ഫൗണ്ടേഷൻ്റെ അവരുടെ ഒരു അവർ ഈ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു യൂണിറ്റ് നമ്മളവിടെ കണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുറന്നു. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 വീലർ അവിടെ നിന്ന് റെൻറ്റിനെടുത്തു. 700 രൂപയ്ക്ക് റെൻറ്റിന് കിട്ടും. ആ റെൻറ്റിന് കിട്ടുന്ന സ്ഥലവും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ മുമ്പ് ഇട്ട വീഡിയോയിലുണ്ട്. അങ്ങനെ ഈ കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ സഞ്ചരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഒരു യാത്ര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആദിയോഗിയിൽ. അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ടാമത്തെ ദിവസം പോയതാണ്. അപ്പോൾ ആദിയോഗിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. നമ്മൾ ചെന്ന് കയറുമ്പോൾ എൻട്രൻസ് ആണ്. നമ്മളെല്ലാം കഴിഞ്ഞ് തൊഴുത് ഇറങ്ങിയായിരുന്നു ഇന്നലെ തന്നെ. ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്ത ആദിയോഗിയിലുള്ളത് കേട്ടോ. നമ്മൾ ചെന്നതിൻ്റെ നല്ല തിരക്കായിരുന്നു. അല്ലെങ്കിൽ അവിടെ എപ്പോഴും നോർമലി തിരക്കാണ്. നമ്മൾ പോയത് വീക്കെൻഡ് സമയമായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സദ്ഗുരുവിൻ്റെ സേവ് സോയിൽ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ തന്നെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ പല പല പ്രോഗ്രാംസും കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വന്ന് മഹാദേവനെ കണ്ട ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അവിടെ എത്തുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഉള്ള ഒരു ഭംഗി എന്ന് പറയുന്നത് തീർത്തും നമ്മളവിടെ ചെല്ലുമ്പോൾ ആ ഒരു യോഗ അഭ്യസിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് മനസ്സിന് എല്ലാവർക്കും ഏത് തരത്തിൽപ്പെട്ട ആൾക്കാർക്കും മനസ്സ് വളരെയധികം നമുക്ക് ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെ നല്ല രീതിയിലൊന്ന് കാമാക്കി നിർത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ മെയിനായിട്ട് അവിടെ ഉള്ളത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ അതിനുശേഷം ഞാനും ശ്രീയും ചെറിയൊരു സെൽഫി വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. ഒരു ഷോർട്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അന്തരീക്ഷമാണ്. നമ്മുടെ മഹാദേവനെ എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. വീണ്ടും വീണ്ടും അവിടെ പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എപ്പോഴാണെങ്കിലും ഒരു വീക്കെൻഡിൽ പ്ലാൻ ചെയ്യണമെന്നില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് നിന്നും കോയമ്പത്തൂർ. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തന്നെ കോയമ്പത്തൂരേക്ക് വരാനും വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, സത്യം ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങളെന്തായാലും ഇവിടെ രാത്രി 7 മണിക്കുള്ള ഒരു ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആദിയോഗിയെ പറ്റിയുള്ള ഒരു കഥയും ഒക്കെ സദ്ഗുരുവിൻ്റെ ശബ്ദത്തിൽ നമുക്കിവിടെ കേൾക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ശ്രീയും ഞാനുമൊക്കെ ചെറിയൊരു നടത്തമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് വന്നു. അവിടെ നമ്മളെപ്പോലെ തന്നെ ഫോറിനേഴ്സും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും വളരെ ഭക്തിയോടുകൂടി അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ച് ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് എഴുതി അങ്ങനെ ശ്രീയും ഞാനൊക്കെ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ പിൻഭാഗം എന്ന് പറയുന്നത് വളരെ ഒരു കൃഷിഭൂമി, ഒരു വില്ലേജ് ഏരിയ ആയിട്ട് നമുക്ക് തോന്നും. അത്ര മനോഹരമായിട്ട് അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ശ്രീ അവിടെ ഒതുങ്ങി അവിടെ ഇരിക്കുമായിരുന്നു. ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം മാങ്ങയും മുളകൊക്കെ ഇട്ട് അതൊക്കെ കഴിച്ചു ശ്രീ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇവിടെ ആളുകൾ കൂടിയുന്ന സ്ഥലത്തേക്കൊക്കെ പോയി. ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നാണ് കേട്ടോ മാങ്ങയൊക്കെ നമ്മൾ കഴിച്ചത്. നല്ല തിരക്കായിരുന്നു. നമുക്ക് കൂടാതെ ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്മൾ ഈ കാളവണ്ടി പോലത്തേൽ കയറി നമുക്ക് അവിടെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്.
അപ്പം നമ്മൾ ധ്യാനലിംഗത്തിലൊക്കെ തൊഴുതിട്ട് വരാം. ശ്രീ ക്യാമറയിലോട്ടൊന്നും നോക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ തന്നെ കാണാം, അത്രത്തോളം ഒരു മാജിക്കൽ ഫ്രെയിമെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം നിങ്ങളെന്തായാലും പോയിട്ട് വരാം. ഓക്കെ. അതിനുശേഷം നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. സദ്ഗുരുവിനെ കാണാൻ പറ്റുമോ ഇല്ലേ എന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് കേട്ടോ. ബാഗേജ്, മൊബൈൽ ഫോൺസ് ഇതെല്ലാം നമ്മളിവിടെ വച്ചിട്ട് വേണം പോകാൻ. അതാണ് ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കും. ഇവിടെ നമ്മൾ ബാഗേജ് കൗണ്ടറിൻ്റെയാണ് ഈ കാണുന്നത്. അവിടെ നമ്മൾ ടോക്കൺ എടുത്ത് തന്നെ നമുക്കൊരു ഒരു കാർഡ് പോലെ ഒരു സാധനം അവർ തരും. അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം. സെപ്പറേറ്റ് ഒരു കവർ കിട്ടും. ഇതുപോലെ നമ്മൾ അവിടെ പോയി ഇടേണ്ട വസ്ത്രങ്ങളെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് വേണം പോവാൻ. സദ്ഗുരുജിയെ കണ്ടിട്ട് നമ്മൾ ഇനി ഇത് ആശ്രമം അകത്തോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഈ കവറിൽ കൊണ്ടുപോകാം. ബാക്കി ഇതെല്ലാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. മൊബൈൽ ഫോണും കാര്യങ്ങളും ഡെപ്പോസിറ്റ് ചെയ്യാൻ 100 രൂപയും, ബാക്കി നമ്മളെ ബാഗ് അല്ലാതെ ഉള്ളതിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ചാർജ് ഒന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാത്തിരുന്ന വ്യക്തിയെ കണ്ടത് കേട്ടോ. സദ്ഗുരുജിയെ നമ്മൾ സദ്ഗുരുജിയുടെ BMW ബൈക്കിൽ ഇതാ പോകുന്നത് കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്തി. സംഭവം അവിടെ നടന്നു പോയ ഒരാൾ വീണപ്പോൾ സദ്ഗുരു പെട്ടെന്ന് അവിടത്തേക്ക് എൻട്രൻസ് അയാൾ വീണ് കണ്ടിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കണ്ടത്. എന്തായാലും എനിക്കും ശ്രീക്കും ഒരുപാട് സന്തോഷമായി. കാരണം അയാൾ വീണ കണ്ടിട്ട് സദ്ഗുരുജി പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഓടി വന്ന് അയാളെ പിടിച്ചെണീപ്പിച്ച് നേരെ പെട്ടെന്ന് അതിന് വേണ്ട മെഡിക്കൽ ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് ആൾക്കാരെ നിയോഗിച്ചു. വളരെ ഹാപ്പിയായിരുന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു സദ്ഗുരുജിക്ക്. അമ്പലത്തിനകത്ത് ഒരുപാട് വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് നമ്മൾ ആദ്യമൊക്കെ കാണാൻ വേണ്ടി പോകുന്നതിനുള്ള മെയിൻ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ കവാടത്തിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ വരെയൊക്കെ വണ്ടികൾ വരത്തുള്ളൂ. വളരെ വലിയൊരു കവാടമാണ്. ഇതിനകത്തൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പനകളും വളരെ മനോഹരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് കേട്ടോ. അതിനകത്ത് ക്ഷേത്രത്തിൽ നമുക്ക് കുളിച്ചിട്ട് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള വസ്ത്രങ്ങൾ മാത്രം നമ്മൾ സെപ്പറേറ്റ് കവറിൽ കൊണ്ടുപോകുക. പിന്നെ അതിനോട് ചേർന്ന് തന്നെ മനോഹരമായിട്ടുള്ളൊരു നേഴ്സറി ഉണ്ട് കേട്ടോ. നേഴ്സറി മീൻസ് ഒരുപാട് ചെടികൾ എല്ലാം തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പച്ചപ്പ് തന്നെ നമുക്കവിടെ കാണാം. അവിടെ ആ ഒരു രീതി തന്നെ സേവ് സോയിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെടികൾ വെച്ചിട്ട് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഏരിയയാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് നടന്നു പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. മഹാത്മാ ഗേറ്റ് ഇന്ത്യൻ മിഷൻ എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ട് അവർ ഇവിടെ ആ നഴ്സറി രൂപീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നടന്ന് തന്നെയാണ് പോയത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മെല്ലെ മെല്ലെയാണ് നടന്ന് നമ്മൾ തിരിച്ച് വരികയുണ്ടായത്. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് പേരെ കണ്ടു. അവരെ രണ്ടുപേരും നമ്മുടെ ചാനൽ നേരത്തെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മുടെ ഷോർട്സ് എന്തോ ആണ് അവർ കണ്ടത്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെട്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ നടന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫോറിനേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് കൃഷികളാണ് കൂടുതലും അങ്ങോട്ടുള്ളത്.
ബസ് ഡയറക്റ്റ് ബസ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് 14D എന്ന നമ്പറിൽ ഡയറക്റ്റ് ബസ് നമുക്കിവിടെ ആദ്യയിലേക്ക് വരാനായിട്ടുണ്ട്. പിന്നെ കുറേ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. പ്രതിമ ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ധ്യാനലിംഗത്തിലേക്ക് നമ്മൾ പോകേണ്ടത് അതിന് ചേർന്ന് കിടക്കുന്ന ഈ വഴിയിൽ കൂടെയാണ്. നമ്മൾ ഒടുവിൽ ആദിയോഗിയിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ആദ്യം ഇന്നലെ രാത്രി ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ധ്യാനലിംഗത്തിൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ്. സദ്ഗുരുജിയുടെ സേവ് സോയിൽ ക്യാമ്പയിൻ അതൊക്കെ ഇവിടെ അതിൻ്റെ ബോർഡുകളും അതിൻ്റെ കുറേ മെസ്സേജുകളും ഒക്കെ നമുക്കിവിടെ കാണാം. എന്താ പറയുക, ഒരു സ്വപ്നഭൂമി പോലെ അത്രത്തോളം മനോഹരമാണ് ആദിയോഗി എന്ന് പറയുന്നത്. അത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ വീഡിയോയിൽ കൂടെ എൻ്റെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൂടി ഞാൻ പറയാൻ ഇതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഇതിനടുത്താണ് ധ്യാനലിംഗം അമ്പലം സ്ഥിതി ചെയ്യുന്നത്. സദ്ഗുരു ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കാണാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. കാണാൻ പറ്റുമില്ല എന്നൊന്നും അറിയത്തില്ല. ഇവിടെ അയ്യപ്പന്മാരുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അയ്യപ്പന്മാർ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും രാവിലെ നമുക്ക് ഇതുപോലത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ വൈകിട്ട് 7 to 7:30 ഇവിടെ ഒരു ലൈറ്റിംഗ് ഷോ ഒക്കെ ഉണ്ട്. അതൊരിക്കലും മിസ്സാക്കരുത്. ഞങ്ങൾ ഇന്നലെ അത് വന്ന് അറ്റൻഡ് ചെയ്തതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദൃശ്യാനുഭവമാണ്. അത് പറയാൻ പറ്റത്തില്ല അത്രത്തോളം. അത് തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും കഴിവതും എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ വരാൻ ശ്രമിക്കുക. വരുമ്പോൾ ആ 7 to 7:30 ആ സമയം വൈകിട്ടുള്ളത് ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധിക്കും. ആ ലൈറ്റിംഗ് ഷോ ഒരിടത്തും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത അത്രത്തോളം ഒരു അടിപൊളിയായി ആയിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുന്നു. ഇവിടെ വന്ന് ശിവയൊക്കെ ഇട്ട് ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ പ്രായമായ ആൾക്കാരെയൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനം. അടിപൊളി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡാണ്. അത്രയും ഈ ഒരു സ്ഥലം അത്രത്തോളം എന്താ പറയുക, വാക്കുകൾക്ക് അപ്പുറമാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദൃശ്യ അനുഭവം തന്നെയാണിത്. കഴിയുന്നവരെല്ലാം ഇവിടെ വരിക, ഒരിക്കലും മിസ്സാക്കരുത്. പിന്നെ എല്ലാ ദിവസവും 7 മണി മുതൽ 7:30 വരെ ഇവിടെ ഒരു ലൈറ്റിംഗ് ഷോ ഉണ്ട്. അതൊരിക്കലും മിസ്സാക്കരുത്. ഞങ്ങളത് ഇന്നലെ വന്ന് ഇവിടെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഞങ്ങൾ നല്ല രീതിക്ക് എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ഒരു വിസ്മയം തന്നെയാണ്. ഒരു സ്വപ്നം പോലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രായമായവർക്കൊക്കെ സഞ്ചരിക്കുക. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ ഇപ്പോൾ അടുത്ത പോർഷനിൽ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഡേ നമ്മൾ എങ്ങനെയാണ് ആദിയോഗിയിൽ വന്നതെന്നും നമ്മൾ 2 വീലറിൽ വന്നതും വഴിയോരം നമ്മൾ കണ്ട കാഴ്ചകളും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലിപ്പിൽ ചേർത്തിട്ടുണ്ട്. ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ചെറിയ ശില്പങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ചെറിയൊരു ഷോപ്പ്, ഫുഡൊക്കെ കഴിക്കാനുള്ള ചെറിയ സ്നാക്സ്. ഇവിടെ ആവശ്യത്തിന് ഡ്രിങ്കിങ് വാട്ടറും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ നടന്ന് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് ഇതുപോലെയാണ്. ഇത് ശിവരാത്രി ദിവസങ്ങളിൽ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ശിവരാത്രി ദിവസങ്ങളിൽ ഇവിടെ ഒരുക്കാറുണ്ട്. ഇവിടെ പശുക്കളെയൊക്കെ വളർത്തുന്നവരിടാണ്. ഇപ്പോൾ ഇല്ല, അപ്പോൾ അങ്ങോട്ട് മാറ്റിക്കിട്ടിരിക്കുകയാണ്. അതിൻ്റെ പശുക്കൾക്ക് ആഹാരം കൊടുക്കുന്നതിനെ പറ്റിയുള്ള പ്രാധാന്യമൊക്കെ പറയുന്നുണ്ട് ഇവിടെ.
നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിടയ്ക്ക് പരിചയമുള്ള ഒരാളുടെ മുഖം കണ്ടിട്ടുണ്ട്. അന്ന് ചെല്ലുമ്പോൾ കുറേ സ്റ്റോറുകളുണ്ട് ഇവിടെ. നമ്മൾ ആദ്യം എത്തുന്നതിന് മുമ്പ് രുദ്രാക്ഷത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറുകൾ, അതിൻ്റെ രുദ്രാക്ഷ മാലകൾ, എല്ലാം ഇവിടെ ഉണ്ട്. മാലകളുണ്ട്. ഇത് പുസ്തകങ്ങൾ, ഒരുപാട് ബുക്കുകളൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട്. ഇത് വില 50 റുപ്പീസ് ഒക്കെ ഉണ്ട്. തലേ ദിവസം നമ്മൾ വന്നതും അതുപോലെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വന്നതും അതിൻ്റെ എൻട്രൻസിൻ്റെയും ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഉള്ള ക്ലിപ്പുകളിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് പോയോ. പിന്നെ ഇവിടെ ചെറിയൊരു മിനിയേച്ചർ പോലെ ആദിയോഗി ഭഗവാന്റെ ഒരു ഇപ്പം നമുക്ക് കാണാം. ആദിയോഗിയുടെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ അതിന് മുൻവശത്തെ കാഴ്ചകളാണ്. സൈഡിൽ ഒരു ഹനുമാൻ്റെ ഒരു പ്രതിമ വളരെ നന്നായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ പശുക്കളും ഒക്കെ ഹരിതാപമായ ഒരു കാഴ്ചയാണ്. നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതിൻ്റെ മുൻവശം എൻട്രി എല്ലാം ഇങ്ങനെയാണ്, ഇരുവശവും ചെടികൾ. ഇതാണ് ഫസ്റ്റ് നമ്മൾ ആദിയോഗിയിലോട്ട് വരുമ്പോൾ കാണുന്ന ഒരു എൻട്രൻസ്. നമുക്കിവിടെ കാണാം വലിയ രീതിയിൽ അനന്തമായിട്ട് കിടപ്പുണ്ട്. നമ്മളിത് വഴി പോകുമ്പോൾ തന്നെ 10 രൂപ നമ്മൾ ടൂ വീലറിൽ 10 രൂപ 15 രൂപ മറ്റോ കൊടുക്കണം നമ്മളകത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ കാറാണെങ്കിൽ എനിക്ക് തോന്നുന്നു 30 ആണെന്ന് തോന്നുന്നു. അത് നമ്മളവിടെ കൊടുത്ത് നമുക്ക് അവിടെ വണ്ടി പാർക്ക് ഇഷ്ടം പോലെ ഏരിയ അവിടെ ഉണ്ട്. ചുറ്റും ഒരു വനത്തിൻ്റെ നടുക്കൂടെ നമുക്ക് പോകുന്ന ഒരു ഫീലാണ്. നമുക്ക് ദൂരെ നിന്ന് ആ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ പവിത്രപൂർണമായ ആദിയോഗിയുടെ മണ്ണിലെത്തിക്കഴിഞ്ഞു. കണ്ടിട്ട് കണ്ണെടുക്കാൻ പോലും തോന്നുന്നില്ല, അത്രത്തോളം ഒരു നല്ലൊരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള ഒരു നിമിഷമായിട്ടാണ്. ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, ഇവിടെ ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. വളരെ നല്ല തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഇതിപ്പം ഒരു 10-11 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത്രയും നല്ല തിരക്ക്. ഇന്ന് ഞായറാഴ്ച സൺഡേ ആണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല തിരക്കും ഉണ്ട്. ആ പാർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അയ്യപ്പന്മാർക്ക് സെപ്പറേറ്റ് സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവർ പാചകം ചെയ്യാനായിട്ട് അവർക്ക് പ്രത്യേകം സ്ഥലം ഇവിടെ നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റെൻറ്റിന് 2 വീലർ എടുത്തതാണ്. അപ്പം നമുക്കിതിവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മെയിൻ എൻട്രൻസ്. അങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നടന്നു വേണം നമ്മൾ അങ്ങ് വരെ എത്താൻ. പ്രായമായവർക്ക് ഇവിടെ പഴയ രീതിയിലുള്ള ഒരു വാഹനമുണ്ട്. അത് ഞാൻ ഉടനെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആദിയോഗിയിൽ എത്തിക്കഴിഞ്ഞു. ഇതാ വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പോവുകയാണ്. നല്ല തിരക്കുണ്ടെന്ന്. ഇതാ ആ കാണുന്നതാണ് നമ്മൾ ആദിയോഗി ക്ഷേത്രം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ.
ഇനി നമ്മൾ ആദിയോഗിയിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുറച്ച് 2 വീലറിലെ യാത്രകളും സീനറീസും ഒക്കെ നമുക്കൊന്ന് കാണാം. കണ്ടിട്ട് വീണ്ടും തിരിച്ച് നമുക്ക് വൈകുന്നേരമുള്ള ആദിയോഗിയുടെ വിഷ്വൽസ് നമുക്ക് ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ 2 വീലറിലെ കുറച്ച് കാഴ്ചകളാണ് ഇനിയുള്ള കുറച്ച് നേരം ഈ വീഡിയോയിലുള്ളത്. അവസാന ഭാഗത്ത് നമ്മൾ ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ആദിയോഗിയിലെ ആ ലൈറ്റിനിങ് ഷോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ കണ്ട പൂക്കളൊക്കെ ശ്രീ എടുത്ത് നോക്കി, നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കി കുറച്ച് നേരം അവിടെ നിർത്തി. വീണ്ടും ഇതെല്ലാം ആദിയോഗി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. വളരെ ഗ്രാമീണത്വമുള്ള ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. നല്ല മനോഹരമാണ് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ കാണാനായിട്ട് കേട്ടോ. അവിടെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് കേരള വണ്ടികളൊക്കെ നമ്മളവിടെ കണ്ടു. അപ്പോൾ റൈഡേഴ്സിനെയൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മുടെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെ ഒരു മെയിൻ ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞാണ് ആദിയോഗിയിലോട്ട് പോകുന്നത്. ഇങ്ങനെ വന്ന് ഒരു മെയിനായിട്ടുള്ള ജംഗ്ഷൻ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആദിയോഗിയിൽ കയറാനുള്ള. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ഒരു ഉള്ളിലേക്കാണ് ആ റോഡ്. അതുപോലെ തന്നെ ആ സ്ഥലവും അതുപോലെ നല്ല ഗ്രാമീണത്തുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ നിങ്ങളാരും മറക്കണ്ട. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇഷ യോഗ സെൻറ്റർ 7 കിലോമീറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നല്ല പച്ചപ്പുള്ള കാഴ്ചകളാണ് കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു കഴുതയാണിത്. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് നേരം ഇനി ഈ വീഡിയോയിലുള്ളത് കേട്ടോ. ഇത് പോകുന്ന വഴിക്കുള്ള ചോളപ്പാടങ്ങളും വാഴത്തോട്ടങ്ങളും ഒക്കെയാണ്. ഒരുപാട് വാഴക്കൃഷികൾ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ മീൻസ് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, അവർ തന്നെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് കടകൾ നമ്മൾ കണ്ടു. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ കണ്ടു. കോവൈ കുട്രാലം എന്ന് പറയുന്ന മനോഹരമായ വെള്ളച്ചാട്ടം ഇവിടെ നിന്നും 23 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഞങ്ങൾക്ക് അവിടെ പോകാനായിട്ട് സാധിച്ചില്ല. നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ പോകാൻ മറക്കണ്ട. കോവൈ കുട്രാലം നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൾച്ചറുകളും വീടിൻ്റെയൊക്കെ ആ ഒരു രീതിയും ഒക്കെ വളരെ ഡിഫറൻസ് ആയിട്ട് ഉള്ളതാണ്. കല്യാണത്തിൻ്റെ ഓരോരോ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ആകൃതികളും ഒക്കെ മനോഹരമായുള്ള ഇവിടുത്തെ ആചാരങ്ങളും ഒക്കെ നമ്മളവിടെ നിന്നും ഒരുപാട് വിഭിന്നമാണെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ നമ്മൾ പോകുന്ന വഴിക്കൊരു കല്യാണ ഓഡിറ്റോറിയം കണ്ടു. എൻ്റെ അമ്പു ഇത്രയും വാഴക്കുലകളും എനിക്ക് വയ്യ, രക്ഷയില്ല. അതുപോലെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പോണ വഴികളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ഒരു കറുപ്പും വെള്ളയും പെയിൻറ്റിങ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ 1 കിലോയോളം 50 രൂപ നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ്.
ഇതൊക്കെ വഴിയോര കാഴ്ചകളാണ് ആദിയോഗിയിലേക്ക് പോകുന്നത്. ആദിയോഗി സിർവാണിയിലേക്കൊക്കെ പോകുമ്പോൾ ഉള്ള വഴിയോര കാഴ്ചകളാണ്. ഇവിടെ നമുക്ക് കാണാൻ കണ്ടോ ഫ്രൈഡ് ഐറ്റംസ്. വഴിയോരത്ത് നല്ല ഫ്രഷ് ചിപ്സൊക്കെ കിട്ടുന്ന കട കണ്ടു. നമ്മുടെ യാത്രയെല്ലാം ഈ ഒരു 2 വീലറിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനും നിർത്തി നോക്കാനും ഒക്കെ പറ്റി. നമ്മൾ വേറൊരു വണ്ടി റെൻറ്റിനെടുത്ത് പോകുമ്പോൾ ഉള്ളൊരു ഗുണം ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അമ്പലങ്ങളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം നിർത്തി നമ്മളവിടെ എല്ലാം കുറച്ച് കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മുടെ യാത്ര തുടർന്നത്. കാരണം ഇച്ചിരി ലോങ്ങാണ്, ഏകദേശം ഒരു 40 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം പതിയെ നിർത്തി കണ്ടാണ് ഞാനും ശ്രീയും കൂടി പോയത് കേട്ടോ. ആരാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കോയമ്പത്തൂര്. നമ്മളിപ്പം ആദിയോഗിയിലോട്ട് പോകുന്ന വഴിക്കാണ് ഇത് കാണുന്നത്. അമ്പലം അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ശ്രീക്ക് ക്യാമറ കൊടുത്തു. അങ്ങനെ ശ്രീ എടുത്ത വിഷ്വൽസാണ് നിങ്ങളീ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ദൈർഘ്യമേറിയ വീഡിയോ ആണ്, അതാണ് മുഴുനീളം ഓഡിയോ ഞാൻ കൊടുക്കാത്തത് കേട്ടോ. ഇത് പോണ വഴിക്ക് നമ്മൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളും ബീച്ച് സൈഡ് വ്യൂ ഒക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു. അപ്പോൾ അതാ ഓരോയിടത്തും എത്തുമ്പോഴും 29 കിലോമീറ്റർ ഇനിയുണ്ട്. ഓരോയിടത്തും നമുക്ക് ഡൈവേർഷനും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കോയമ്പത്തൂർ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആദിയോഗിയിൽ പോകാനുള്ള ബസ് കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് 2 വീലർ റെൻറ്റിനെടുത്ത് പോയത്. നമ്മളെ റൂമിലേക്ക് ഫസ്റ്റ് വന്നു. ഈ കാണുന്നതായിരുന്നു നമ്മളെടുത്ത റൂം. ഏകദേശം 2 ദിവസത്തേക്ക് നമുക്കായത് 3500 സംതിങ് ആണ്. അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമുക്കിവിടെ നിന്നും അടുത്ത് തന്നെ റെൻറ്റിനുള്ള വണ്ടി എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റ് റൂംസും ഒക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളും പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാതില്ല, നിങ്ങളുടെ ഇഷ്ടം. അതെല്ലാം നമ്മൾ വീഡിയോ ലിങ്കിൽ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചേർത്തിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും 7 മണിക്കുള്ള ഒരു ഷോ, ആദിയോഗിയുടെ ലൈറ്റിംഗ് ഷോ കാണാൻ വേണ്ടിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ അതായിരുന്നു കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. അത് നിങ്ങൾ കാണുക കേട്ടോ. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഈവനിങ് ആയപ്പോൾ ലൈറ്റ്സൊക്കെ വന്ന് നല്ല വേറൊരു ലെവലായി അവിടെ ആംബിയൻസൊക്കെ. പിന്നെ നമ്മൾക്ക് വെള്ളം കുടിക്കാനും മറ്റുമായിട്ട് അവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 2 ദിവസമായിട്ടുള്ള യാത്രയായിരുന്നു ഇവിടേക്ക്. ആദ്യമൊക്കെ നമ്മൾ പോയ 2 ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് നമ്മൾ മിക്സ് ചെയ്ത് ഇതിനകത്ത് ചേർത്തത്. എങ്കിൽ കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മൾ കോയമ്പത്തൂരേക്ക് വരുന്നതും അവിടുന്ന് ആദിയോഗിയിലേക്കുള്ള ബസ് കയറുന്നതും, അല്ലെങ്കിൽ നമ്മൾ റെൻറ്റിന് വണ്ടി എടുക്കുന്നതാണെങ്കിൽ എങ്ങനെയാണെന്നും, ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഏത് സമയത്താണ് വരുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ പ്രത്യേക ലൈനിങ് ഷോസ് കാണാൻ സാധിക്കുന്നതും, അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സ്റ്റേയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.
No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. അപ്പോൾ നമ്മൾ ആദിയോഗിയിൽ നിന്ന് തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ വളരെ നല്ലൊരു ഓർമ്മയും നല്ലൊരു ബെസ്റ്റ് പ്ലേസാണ് ലൈഫിൽ വരാൻ പറ്റിയത്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ ഇനിയും ട്രിവിയൻസായിട്ട് ഞങ്ങളുണ്ടാവും. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു.